ഇപ്പം ഇടക്കാലത്ത് നമ്മളെ ആദർശ മേഖലയിൽ പ്രധാന ഒരു ചർച്ച എന്താണ്? ഇബ്ലീസുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ പറഞ്ഞു ഇബ്ലീസിനും തൗബ ഉണ്ട് എന്ന്. നമ്മളായിട്ട് പറഞ്ഞതല്ല, അത് അമ്പിയാക്കളുടെ സന്നിധിയിൽ തന്നെ ഇബ്ലീസ് വന്ന് ബോധ്യപ്പെട്ടതാണ്. ആരാണ് ഇബ്ലീസ്? ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ആലിമാണ്. അയാൾ വലിയൊരു പണ്ഡിതനാണ്. അയാളെ മീത പാണ്ഡിത്യമുള്ള ആൾക്കാരുണ്ട്, മാരിഫത്തുള്ള പണ്ഡിതനാണ്. നമ്മുടെ നാട്ടിലുള്ള കേവലം പണ്ഡിതന്മാർ ഓർക്ക് മാരിഫത്തൊന്നുമില്ല. ഓർക്ക് പിന്നെ മുല്ലാജാമീനും അതേമാതിരി മീസാനും മദിനാസും സഞ്ചാനും അതിൻ്റെയൊക്കെ എന്തൊക്കെ ചില സംഭവങ്ങൾ, രണ്ട് ഇബാറത്ത് വായിക്കാൻ, അറബി കുറച്ച് വായിക്കാൻ അറിയാൻ മാത്രം. ഇത് പഠിച്ചുകൊണ്ട് മാരിഫത്തുണ്ടാവോ? അതുകൊണ്ടൊന്നും എങ്ങോട്ടും എത്തൂല. ഇബ്ലീസ് അങ്ങനല്ല. ഇബ്ലീസ് വലിയ ആലിമാണ്, മാരിഫത്തുള്ള ആലിമാണ്. പുരുഷാത്വരീക്കത്ത് സമസ്ത എതിർത്തതിനെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു മൂല്യം പാമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ഞാൻ കുറച്ച് മുമ്പ് എഴുതി കണ്ടു പാമ്പേഴ്സ് മൗലവി എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വിചാരിച്ചു. ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ അപ്പോൾ ഇതാ മന്തിക്ക് പാമ്പേഴ്സ് ആക്കണം എന്ന് പറഞ്ഞാണ്.